ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് വെറൈറ്റി മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തോട്ടാപ്പൂരിയാണ്, 1.5 കിലോ അളവിൽ. ഞാനിപ്പോൾ തൊലിയോട് കൂടെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കണത്. ഒരു 4 വലിയ മാങ്ങയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. എത്രയ്ക്ക് അളവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൊലിക്ക് എന്തെങ്കിലും കയ്പൊക്കെയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തൊലി ഒഴിവാക്കാട്ടോ. അതുപോലെ ഒരുപാട് കട്ടിയുള്ള തൊലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും തൊലി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു സ്ലൈസ് എടുത്ത് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് തൊലി ഉപയോഗിച്ചാലും നന്നായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. മാങ്ങച്ചാറ് മാങ്ങയുടെ ഒരു സീസണിൽ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അല്ലേ. എണ്ണ മാങ്ങച്ചാറ്, കടുമാങ്ങച്ചാറ്, അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എണ്ണ മാങ്ങച്ചാറിൻ്റെയൊക്കെ റെസിപ്പി ഇതിനു മുമ്പ് തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം ചെയ്യണത് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനത് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു അച്ചാറിൽ നമ്മൾ ഈ ഒരു മാങ്ങ ഉപ്പിട്ട് വെക്കുക അല്ലെങ്കിൽ ഉണക്കിയെടുക്കുക അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണ്. ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തൊട്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാനും പറ്റുന്നുണ്ടാവും. അതുപോലെ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്ന ഒരച്ചാറിൻ്റെ ഒരു റെസിപ്പി തന്നെയാണിത്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ മാങ്ങിയെടുക്കുമ്പോഴേ നല്ല മൂത്ത മാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അതായത് ചെനച്ച മാങ്ങ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരുന്നുണ്ടാവും. ഇത് നല്ല മൂത്ത മാങ്ങ തന്നെയാണ്. അപ്പോൾ അതേ ഞാൻ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ചെയ്യണത്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 4 മാങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ 1.5 കിലോയ്ക്ക് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ പകുതി അളവിലാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1 കപ്പ് അളവിൽ. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ നന്നായിട്ട് വരും, ഫ്ലേവറും നന്നായിട്ട് വരും. അതുപോലെ കുറേ കാലം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനും പറ്റും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാർ അധികം നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് അളവിൽ വെളുത്തുള്ളി കൂടെ കടുക് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ മുറിച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, മുഴുവനോട് കൂടി തന്നെയാണ്. അച്ചാർ കഴിക്കുമ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു ബൈറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ അച്ചാറിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു നാടൻ ഫ്ലേവറൊക്കെ കൊടുക്കുമല്ലോ. പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനൊരു 4 പച്ചമുളക് മുറിച്ചാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുമല്ലോ. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ അച്ചാർ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി വെളുത്തുള്ളി നന്നായിട്ട് നിന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നാൽ മതി, പക്ഷേ വെളുത്തുള്ളി ക്രിസ്പി ആയിട്ട് വരരുത് കേട്ടോ ഒരിക്കലും. അപ്പോൾ അത് വഴന്ന് വരണ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് കടുക് എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതായത് ഡ്രൈ റോസ്റ്റാണ് നമ്മൾ കടുക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരും ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത്. പിന്നെ അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് അതൊന്ന് ചെറിയ തരികളോട് കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് റെഡിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമുളകും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മാങ്ങ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരു 2.25 ടേബിൾ സ്പൂൺ അളവിലാണ് കല്ലുപ്പ് ഞാനിതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു അച്ചാറിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമെടുത്ത് ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഈ ഒരു രീതിയിലാണ് അച്ചാറുകൾ തയ്യാറാക്കുക. നമ്മൾ മസാലയെല്ലാം തയ്യാറാക്കിയതിന് ശേഷം മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അപ്പോൾ കടുകൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് തരികളോടുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ആ ഒരു കടുക് പരിപ്പ് ചേർക്കുമ്പോൾ അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അച്ചാറിലാണെങ്കിൽ അച്ചാറിന് കൂടുതൽ ടേസ്റ്റും വരും. മാങ്ങതി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക്
മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ബേഡ്ഗി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടുതലും എരിവുള്ള മുളക് പൊടി കുറച്ചും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നുള്ള. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് 1.5 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നത്. ഉലുവയുടെ പൊടി കൂടി പോണ്ട, കയ്പ്പ് രസം വരും കേട്ടോ അച്ചാറിന്. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, അതും ഒരു 1.5 ടീസ്പൂൺ അളവിനാണ് ചേർക്കുന്നത്. ആ ഒരു ഉലുവയുടെയും കായത്തിൻ്റെയൊക്കെ പൊടി അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എണ്ണയിൽ കിടന്ന ആ ഒരു പൊടികളൊക്കെ പച്ചമണം മാറി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങ കഷ്ണങ്ങളിലും മുളക് പൊടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചു വരും. അപ്പോൾ ഈ ഒരു ബേഡ്ഗി ചില്ലി എന്ന് പറയുമ്പോൾ ഇതിന് നല്ല എരിവും ഉണ്ട്, അതുപോലെ നല്ല കളറും കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കളറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ചേർക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ കടുക് പരിപ്പ്, അതായത് ചെറിയ തരികളോടുകൂടെ പൊടിച്ച് വെച്ചുല്ലോ, അതൊരു 2 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചില മാങ്ങ കഷ്ണങ്ങൾക്കൊക്കെ ചെറിയൊരു മധുര രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടി ചേർന്നൊരു അച്ചാറാണ്. പിന്നെ ആ ഒരു പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അച്ചാറിന്. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് പുളിയുള്ളൊരു മാങ്ങയല്ല ഈ ഒരു തോട്ടാപ്പൂരി എന്ന് പറയുമ്പോൾ. അപ്പോൾ മാങ്ങക്കറിക്കാണെന്നുണ്ടെങ്കിലും അച്ചാറിനൊക്കെ ആണെന്നുണ്ടെങ്കിലും മീൻ കറിയിലിട്ട് വയ്ക്കാനും ഒക്കെ ഒരുപാട് പുളിയുള്ള മാങ്ങേനേക്കാളും പുളി കുറവുള്ളൊരു മാങ്ങയായിരിക്കുമല്ലോ, ഒന്ന് എന്താ പറയുക, മൂത്തൊരു മാങ്ങയായിരിക്കും നന്നായിട്ട് തന്നെ വരും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് വിനാഗിരി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വിനാഗിരിയുടെ അളവും നമ്മുടെ മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് അച്ചാറൊക്കെ കൂടുതൽ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ. വിനാഗിരിയുടെ അളവ്, അതുപോലെ എണ്ണയുടെ അളവ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണയ്ക്ക് കൂടുതൽ അളവിൽ ചേർക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതൽ കാലം സൂക്ഷിക്കാനും പറ്റുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ചേർത്തതിന് ശേഷം. ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. നല്ല മധുരവും, അതായത് ആവശ്യത്തിനുള്ള മധുരവും എരിവും പുളിയും ഒക്കെ കൂടെ ചേർന്നൊരു അച്ചാറാണ്. ഒരു ചെറിയൊരു മധുരം കേട്ടോ, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുക കേട്ടോ. ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും വലിയൊരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ കുപ്പികളിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവില്ല. ഓരോ കുപ്പി കഴിയുമ്പോൾ അടുത്തത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, ആ ഒരു രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.